ഇടുക്കി ജില്ലയിലെ അതിവേഗ പോക്സോ കോടതികളുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നു. മാർച്ചിൽ കാലാവധി അവസാനിക്കുന്ന കോടതികൾക്ക് തുടരാനുള്ള അനുമതി ഇതുവരെ ലഭ്യമായിട്ടില്ല. ഇടുക്കി, ദേവികുളം, കട്ടപ്പന, തൊടുപുഴ എന്നിവിടങ്ങളിലെ പോക്സോ അതിവേഗ കോടതികളുടെ പ്രവർത്തനമാണ് തുലാസിലാകുന്നത്. കുട്ടികൾക്കെതിരായുള്ള ലൈംഗികാതിക്രമം തടയാൻ 2019 ഇടുക്കി ജില്ലയിൽ പോക്സോ കോടതികൾ ആരംഭിക്കുന്നത്. ഇടുക്കി, ദേവികുളം, കട്ടപ്പന, തൊടുപുഴ എന്നിവിടങ്ങളിലെ മറ്റു കോടതികളിൽ പ്രവർത്തിക്കുന്ന സമുച്ചയങ്ങളിലാണ് പോക്സോ കോടതികളുടെ പ്രവർത്തനം. നിർഭയ ഫണ്ട് മുഖേന കേന്ദ്ര സർക്കാരാണ് 60% ചിലവ് വഹിക്കുന്നത്. ഓരോ പോക്സോ കോടതികളിലും ഒരു ജുഡീഷ്യൽ ഓഫീസർ ഉൾപ്പെടെ 5 ജീവനക്കാരുണ്ട്. ഇതിൽ 4 പേർ താൽക്കാലിക ജീവനക്കാരാണ്. ഇടുക്കി അതിവേഗ പോക്സോ കോടതിയിൽ മാത്രം 50-ലേറെ കേസുകൾ തീർപ്പാക്കാനുണ്ട്. കോടതികളുടെ കാലാവധി മാർച്ച് 31 വരെയെങ്കിലും തുടരാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടില്ല. പോക്സോ അതിവേഗ കോടതികൾ നിർത്തലാക്കിയാൽ ഇരകളായിട്ടുള്ള 100 കണക്കിന് പേർക്കാണ് നീതി വൈകുക. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഉൾപ്പെടെ നടപടിയിൽ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ പോക്സോ കേസുകൾ ഈ കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ജില്ലാ കോടതിയിലേക്ക് മാറ്റി കഴിയുമ്പോൾ അവിടുത്തെ കേസുകളും എല്ലാം ഈ പോക്സോ കോടതിയിലെ കേസുകളും കൂടി വന്നു കഴിയുമ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് കേസസ് ആവും. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ കാലതാമസം, അതിനകത്ത് വിധി പ്രഖ്യാപിക്കുന്നതിൽ കാലതാമസം നേരിടും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ പോക്സോ കേസിലെ അതിജീവിതരായ കുട്ടികൾക്ക് നീതി നിഷേധിക്കപ്പെടുക അല്ലെങ്കിൽ നീതി ലഭിക്കാൻ കാലതാമസം വരുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കോടതികൾ അവസാനിപ്പിച്ചാൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ ജില്ലാ കോടതിയിലേക്ക് മാറ്റാനാണ് തീരുമാനം. തോട്ടം മേഖലകളിൽ ഉൾപ്പെടെ പോക്സോ കേസുകൾ നിരവധിയായി രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യത്തിലാണ് പോക്സോ അതിവേഗ കോടതികൾ ജില്ലയിൽ സ്ഥാപിച്ചത്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസുകളിൽ അതിവേഗം തീർപ്പുണ്ടായാൽ മാത്രമേ അതിജീവിതർക്ക് ജീവിതത്തെ അതിവേഗം തിരികെ പിടിക്കാനാകൂ. ന്യൂസ് മലയാളം, ഇടുക്കി.